ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ ഒപ്പം രതീഷ് ചേട്ടനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തട്ടുകട കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അക്കിക്കാവ് കരിക്കാട് റോഡോട് വരുമ്പോൾ ഇങ്ങനൊരു തട്ടുകട കാണാട്ടോ. ഇത് രതീഷ് ചേട്ടൻ്റെ തട്ടുകടയാണ്. രതീഷ് ചേട്ടൻ്റെ വൈഫും കൂടിയിട്ടുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. സാധാരണ നല്ല തിരക്ക് കാണാറുണ്ട് ഇവിടെ. ഞാൻ ബസ്സിലൊക്കെ വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ആൾക്കാരൊക്കെ പുറത്തിരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് കാണാം. ഒരു 7 മണി 7:30 ആകുമ്പോഴാണ് നല്ല തിരക്ക് കാണാൻ. ഞങ്ങളൊരു 6:45 ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഞങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ പീസും മുട്ടയാണ്. കൊള്ളിയും മുട്ടയും, കൊള്ളിയും പോട്ടിയും, മുതിരയും മുട്ടയും, കാടമുട്ട ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗ്രീൻ പീസും മുട്ടയാണ് ട്രൈ ചെയ്യണത്. ഇതുണ്ടാക്കുമ്പോൾ സാധാരണ ബീഫിൻ്റെ ഗ്രേവി ഒഴിക്കാറുണ്ട് ഇവിടെ. അപ്പം ഞങ്ങളത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടാന്ന്. കാരണം ബീഫ് എനിക്ക് അലർജിയാണ്. ബീഫിൻ്റെ എന്തേലും പെട്ടാൽ തന്നെ എനിക്ക് ആകെ മേലൊക്കെ തടിച്ച് പൊന്തും. ഒരു വട്ടം ഞാൻ കഴിച്ചിട്ട് പണി കിട്ടിയുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് വേണ്ട വിചാരിച്ചു. സാധാരണ രേഷേട്ടൻ ഗ്രേവി വെച്ചിട്ടാണ് കഴിക്കാറ്. ഇന്നിപ്പോൾ ഞാനും കൂടി കഴിക്കണ കാരണം കൊണ്ട് ഞങ്ങളത് ഒഴിവാക്കി. ഉണ്ടാക്കണതിൻ്റെ സ്മെല്ലിങ്ങനെ വരുമ്പോൾ തന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. വായിലൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ട്. ഇവിടെ ഒരു 5-6 ആൾക്ക് ഉള്ളിലിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഗ്രീൻ പീസും മുട്ടയും കിട്ടി. അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്പൈസിയാണ്. തട്ടുകടയത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പൈസിനെസ് ആവുമല്ലോ. എനിക്കത് ഓൾറെഡി ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലൊരു ചമ്മന്തി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി രണ്ടും കൂടി മിക്സാക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. രേഷേട്ടനും കഴിച്ചു. പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 2 ആൾക്ക് കഴിക്കാനുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാടമുട്ട കഴിച്ചു. കാടമുട്ട ഇതുപോലെ തന്നെ അതിൻ്റെ ഗ്രേവിയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ തട്ടുകട ഫുഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ.